എടോ ആ സെൽ നമ്പർ 15 തെക്കേ മൂലയിൽ ഓടൊന്ന് മാറ്റി തരാം. സൂപ്പറായിട്ട് പറയണം. അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഇനി വരുമ്പോ എന്റെ റൂമൊന്ന് മാറ്റി തരാൻ പറഞ്ഞാലും മതി. അത് നമുക്ക് ആലോചിക്കാം. ഭക്തർ പോവല്ലേ? ഒന്നുമില്ല തന്റെ കയ്യില്. പിന്നെ ഇത് സൂപ്രണ്ട് സാറിന്റെ പേഴ്സല്ലേ? കുഴി എണ്ണിയാ മതിയോ? അപ്പം തിന്നണ്ടോ? ആ, ഒരു 100-150 അപ്പം ഒരുമിച്ച് കിട്ടിയാ തിന്നാമായിരുന്നു. ആ പിടി 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 പിടി. അയ്യോ, ഇലനക്കി നായയുടെ കിരിനക്കി നായോ. ഇനി ഇവിടെ നിന്ന ആൾക്കാർ പിടിച്ചെന്നെ അകത്തിടും. അയ്യോ, എവിടെ പോയി എന്റെ മോൻ ജഗദീന്ദ്രൻ? ഞാൻ ഇവിടെ നിന്ന് പുറത്തു വരുന്ന ദിവസം അവൻ ഇവിടെ തന്നെയാണല്ലോ നിൽക്കാറ് പതിവ്. ഞാൻ ഇവിടെ ഉണ്ടാച്ചാ എന്താ തുള്ളുന്ന? പിടിച്ചതാ. പാമ്പ് കടിക്കണ ഒരു കള്ളൻ ആദ്യം വേണ്ട സ്ഥലകാല ബോധമാണ്. അതാ അങ്ങോട്ട് മറിയും തുള്ള. ബെസ്റ്റ് അച്ഛനും മോനും. അച്ഛാ, തന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, കാലം മാറുന്നതനുസരിച്ച് കോലം മാറണമെന്ന്. അതേടാ, ഞാൻ അവിടെ പോയത് വേറൊരു കോലത്തിലായി. എന്നിട്ടും അവരെന്നെ തിരിച്ചറിഞ്ഞ ഇട്ടിച്ച് വേറൊരു കോലത്തിലാക്കി അകത്തുവാക്കി. നാടോടുമ്പോ നടുവേ ഓടണം. ഞാൻ ഓടിയത് കുറുകയാ, അതുകൊണ്ട് മുന്നിലെ മതില് കണ്ടില്ല. കുഴിയിലോട്ടെടുക്കുന്ന പ്രായം കഴിഞ്ഞിട്ടും അച്ഛന് ഞാൻ നീട്ടിത്തന്ന കാലാവധി അച്ഛൻ ദുര്യോഗപ്പെടുത്തി. മാലയും വളയും പിടിച്ചു പറിക്കുന്ന കാലമല്ലിത്, കമ്പ്യൂട്ടർ യുഗമാണ്. ആ കുന്ത്രാണ്ടൊന്നും എടുത്തു പൊക്കാൻ എന്നെ കൊണ്ട് ഇപ്പൊ പറ്റില്ല. അതിരിക്കട്ടെ, മോൻ ഇന്ന് എവിടെയാണ് ഡ്യൂട്ടി? ട്രാഫിക്കിലാ. കാറ്റിട്ടുള്ള കളി വേണ്ടെന്ന് പറഞ്ഞാൽ നീ കേൾക്കുകയല്ലേ? പിടിച്ചാ പിന്നെ ശിഷ്ടകാലം അകത്താ, അതും എന്നോടൊപ്പം. ഭീരുക്കൾ പല പ്രാവശ്യം മരിക്കും, ധീരന്മാർ ഒരിക്കലേ മരിക്കൂ. ആയാലും മരിക്കുമല്ലോ. ഇവിടത്തെ പോലീസിനെ തല്ലുകൊണ്ട മരിക്കുകയല്ല, അവിടെ നിന്ന് അങ്ങോട്ട് ജീവിക്കുകയല്ല, ചളങ്ങി അങ്ങനെ കിടക്കും. അതിലും ഭേദം ആത്മഹത്യ ചെയ്യും. അച്ഛന്റെ മണ്ടയല്ല എന്റെ മണ്ട. പിന്നെ ഏത് മണ്ടയിലെയാ? തെങ്ങിന്റെ മണ്ടയല്ല. അച്ഛൻ ആ ഡ്രസ് വാടകയ്ക്ക് എടുത്ത സ്ഥലത്ത് ഒരു ജോഡി പോലീസ് ഡ്രസ് വാടകയ്ക്ക് എടുത്ത് തന്നെ ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. അതെന്താ, നിനക്ക് അവിടെ നേരിട്ട് ചെല്ലാൻ പറ്റിയല്ലേ? ഇതെന്താ ബാലകൃഷ്ണ സാറിന് ട്രാഫിക്കില്? എവിടെ മാറട്ടെ? എന്റെ കുട്ടി അവൻ വൈകിട്ട് വീട്ടിലേക്കല്ലേ വരണേ. ഞാനൊന്ന് പോയിട്ട് വരാം, മൂന്നൊന്ന് സമയം കളയണ്ടല്ലോ. സാറേ, ഞങ്ങള് വരുന്ന വഴിയാ. കൊച്ചമ്മ ഗീതക്കുഞ്ഞ് കാറിലുണ്ട്. സാറുണ്ടായിരുന്നു ട്രാഫിക്കില്. ഗീതക്കുഞ്ഞ് കൈ കാണിക്കുന്നു. എന്നാ ഞാൻ എന്ത് പറഞ്ഞു? എന്റെ അടുത്ത് പൊയ്ക്കോളാൻ പറഞ്ഞു. എന്നാലും എന്നെ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും കാണിച്ചില്ലെന്നേ. ഭയങ്കര ഗൗരവം. അതവരുടെ അച്ഛനും അങ്ങനെ. ഡ്യൂട്ടി സമയത്ത് ഫാമിലി ലോഗ്യം പറയുന്നത് ഇഷ്ടവേ അല്ല. എന്നാലും അച്ഛനെ പോലാണോ കൊച്ചമ്മയെ മൂസ? എന്നോട് അങ്ങനെ പറയാവോ? മതി മതി, വണ്ടി എടുക്ക. കാക്കി കേറുമ്പോ മനുഷ്യന്റെ സ്വഭാവം മാറും. സിസ്റ്ററെ, ഒരു രജിച്ചാടുണ്ട്. തന്റെ പ്രാർത്ഥന ദൈവം കേട്ടോടെ. അയ്യോ, ഇത് ദൂരദർശനാ. എന്റെ ജഗദീശ് മോൻ അയച്ചോട്ട സീരിയലിലെ സ്ക്രിപ്റ്റ് തിരിച്ചു വന്നതാ. അയ്യോ, ഞാൻ വിചാരിച്ചു സീരിയലിൽ ചാൻസ് കിട്ടിയ സർക്കാർ ജോലി കിട്ടിയ പോലെയാ. പെൻഷൻ വരെ കൊടുക്കുന്നുണ്ടെന്നാ അവൻ പറഞ്ഞത്. ഈ സീരിയൽ ഭ്രാന്ത് കൊണ്ടാ എന്റെ മോനെ എങ്ങും എത്താണ്ട് പോയത്. എല്ലാം ശരിയാവും. എന്ത് സീരിയലോ? അല്ല, മോന്റെ ജോലിക്കാരിയാ ഞാൻ പറഞ്ഞത്. എന്റെ രേണുകയെ, പഠിക്കാനും പാടാനും അഭിനയിക്കാനും കഴിവുള്ള എന്റെ മോന് ഒരു കുഴപ്പമേ ഉള്ളൂ. എന്താ? കുഞ്ഞുനാളിൽ എപ്പോഴോ വന്നൊരു ജലദോഷം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ലെന്നാ അവന്റെ തോന്നല്. ചേട്ടാ, കുറച്ച് സാമ്പാർ കൂടെ തരുമോ? സാമ്പാർ നല്ല ടേസ്റ്റ്. ജഗദീഷേ, താൻ ഇവിടെ വന്നിരിക്കുകയാണോ? വേഗം ഡ്രസ് മാറോ. ടോട്ടടിയാ. ഓ, തുടങ്ങി. ഇപ്പൊ നാട്ടിലെ മുക്കിലും മൂലയിലും ടോളും ചെക്കിങ്ങാ. 10 രൂപയുടെ പാലം മടന്നിട്ട് 20 രൂപയുടെ ടോളും. ചിലപ്പോ കള്ളന്മാരെ പിടിക്കാനുള്ള ചെക്കിങ് ആവും. ഇന്നാള് ഞാൻ ഊട്ടിക്ക് കൊണ്ടുപോയി 2 പാർട്ടീസിന്
കള്ളക്കടത്തായിരുന്നു അവരെ കോയമ്പത്തൂർ വെച്ച് പോലീസ് പിടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. എന്തായാലും ബുക്കും പേപ്പറും കാണിക്കാം. പാട്ട് ഇടണോ സാറുമാരെ? വേണ്ട വേണ്ട, ഓ, വണ്ടി ചെക്ക് ചെയ്ത് നമ്മൾ അകത്താവുന്ന കാര്യം ഉറപ്പാ. തൽക്കാലം ഒന്ന് മാറി നിൽക്കാം. അപ്പൊ പെട്ടി പെട്ടി ഇവിടെ തന്നെ ഇരിക്കട്ടെ, ചെക്കിങ് കഴിഞ്ഞ് വന്നെടുക്കാം. വാ. കുണ്ടിക്ക് വണ്ടി ഇടിച്ചാണെന്നാണല്ലോ വിചാരിച്ചേ. അയ്യോ, ആ ബോട്ടിൽ തട്ടിയതാണ് സാർ. എന്തോടെ 50 രൂപയോ? മൂക്കുപൊടി ഒരിക്കാൻ തികയില്ലല്ലോ. ഇത് സാറിന്റെ ഇരിക്കട്ടെ, മൂക്കിപ്പൊടി വലിക്കാൻ ഞാൻ വേറെ തരാം സാർ. ബുക്കും പേപ്പറും ഒക്കെ ഉണ്ടല്ലോ. ഉണ്ട് സാർ. എന്നാ പൊക്കോ. ഒന്ന്, രണ്ട്. നിർത്തടോ, നിർത്തടോ. എന്നാ തുമ്പിക്കോ. ഈ സാറുമാരിത് എവിടെ പോയി? ആ, അവിടെ നിൽക്കാ, ഞാൻ വരാം. സ്റ്റോപ്പ് സ്റ്റോപ്പ്. എന്താ സാറേ, ഇനിയും പൊടി വേണോ? വേണ്ട, നീ ഹോട്ടലിൽ പോയി 20 പൊറോട്ടയും നല്ല ബേസ്റ്റ് 2 ചിക്കൻ ഫ്രൈയും ഒരു പൈന്റ് മേടിച്ചോണ്ട് ഇന്നത്തെ കളക്ഷൻ ട്രഷറി കൊണ്ടടച്ചേക്ക്. താൻ ഇവനെ ഒന്ന് ട്രഷറി വിട്ടേക്ക്. ആ, തുടങ്ങുന്നതിന് മുമ്പ് ഒരു വാക്ക്. ആ. ഇത് ഈ മെഗാ സീരിയലിന്റെ 805-ാമത്തെ എപ്പിസോഡാണ്. ഇത് എന്റെ അച്ഛൻ തുടങ്ങി വെച്ചതാണ്. 405-ാമത്തെ എപ്പിസോഡ് എടുത്തുകൊണ്ടിരുന്നപ്പോ അദ്ദേഹം കിടപ്പിലായി. എന്താ സാർ 405-ാമത്തെ എപ്പിസോഡിന് എന്താ പ്രത്യേകത? പക്ഷേ ഇത് അതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. ഇല്ല. അത് ബാത്റൂമിൽ കാലി സ്ലിപ്പായി വീണതാ. ആ, പിന്നെ പറഞ്ഞു വന്നത്, ഇത് ഞങ്ങളുടെ ഫാമിലി തലമുറയായി കൊണ്ടുപോകുന്ന സീരിയലാ. ഓ, അത് താൻ മറക്കരുത്. ഇല്ല. പിന്നെ തന്റെ ഡയലോഗും. ഓ, അപ്പൊ തുടങ്ങാലോ. ക്യാമറ റെഡി അല്ലേ? ഇവിടെ അല്ലടോ, അവിടെ. ക്യാമറ ആക്ഷൻ. ഓട്ടോറിക്ഷയ്ക്ക് അത് ഫോർഡ് ലോറിയുടെ എഞ്ചിൻ കയറ്റാൻ നോക്കരുത്. പോത്തിറച്ചിക്ക് വില കുറവാണെന്ന് കരുതി ചിക്കൻ കഴിക്കരുതെന്ന് പറയുന്ന എവിടുത്തെ ന്യായമാണ് അമ്മച്ചി? മുട്ടിന് വേദന വന്നാൽ പ്രധാനമന്ത്രിക്ക് നോവും. പലരും ലോട്ടറി ടിക്കറ്റ് എടുക്കുമ്പോൾ ഒരാൾക്ക് മാത്രമാണ് ബമ്പർ അടിക്കുന്നത്. 2 ഭർത്താക്കന്മാരുള്ള ഒരു സ്ത്രീയുടെ വേദന ഒരു വിധവയ്ക്ക് ഒരിക്കലും മനസ്സിലാവില്ല. എന്താ സാർ നിങ്ങൾ എന്തായി കാണിക്കണത്? എന്റെ ഡയലോഗിന്റെ നടുവ് നിങ്ങൾ ഓടിച്ചു. എന്ത് പറ്റി സാർ? മൂക്കൊണ്ട് നിങ്ങൾ എന്തായി കാണിക്കണം? അത് കുഞ്ഞു നല്ല ഉള്ളതാണ് സാർ, ഒരിക്കൽ കൂടെ എടുക്കാം സാർ. വേണ്ട, ബ്രേക്ക്. അപ്പൊ പറ്റാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്താണല്ലേ? 4 സൈഡില് ഗ്ലാസും കയറ്റി തീപ്പെട്ടി കൂടുപോലത്തെ ഈ കാറില് 3300 വാട്സിൽ പാട്ടും കേൾപ്പിച്ച് 14 ഡിഗ്രി സെന്റിഗ്രേഡ് തണുപ്പത്ത് കുളുകുള വിറച്ചിരിക്കുന്ന നിനക്കൊക്കെ 35 ഡിഗ്രി സെൽഷ്യസ് ചൂടത്ത് കഴിയുന്ന ഞങ്ങളൊന്നും കണ്ണിപ്പെടില്ല. പാവപ്പെട്ടവരെ നെഞ്ചത്ത് നിനക്ക് വണ്ടി കയറ്റണം അല്ലേ? നിനക്കൊന്നും ഒരു ധർമ്മമില്ല. ഭഗവാന് നഷ്ടം ഈ കുഞ്ഞിന്റെ അമ്മയ്ക്കാ. എന്താടി എന്താ വിളിച്ചു നോക്കണേ? തലയ്ക്കകത്തൊന്നും കയറിയില്ലോ. നിർത്തണോ എന്റെ വാചക കസർത്ത്? റോഡിൽ കൂടെ വാഹനം പോകുമ്പോൾ ശ്രദ്ധിക്കണ്ടേ, വഴിയാത്രക്കാരാ. ഓഹോ, പോക്കൃത്തരം കാണിച്ചിട്ട് നിയമവും പഠിപ്പിക്കാൻ വരുന്നോ? ഇവിടെ നിന്ന് നിയമത്തിന്റെ തലനാർ ഇളക്കാൻ നിന്നാലേ ആളുകൾ എടുത്തിട്ട് പെരുമാറും. പോകാൻ നോക്കണ്ട. എന്താടാ മോളെ, ആദ്യം വീടിനകത്തിട്ട് കാർ ഓടിക്കാൻ പഠിച്ചിട്ട് മതി റോഡിലുള്ള കസർത്ത്. താങ്ക് യു മോനെ. കൊച്ചമ്മോ, എന്താ മൂസേ? ഞാൻ വല്ലതും പറഞ്ഞ അധികമായി പോയെന്ന് കൊച്ചമ്മ പറയരുത്. അത് നിന്റെ സംസാരം കേട്ടിട്ട് പറയാം. നിങ്ങൾ കണ്ടോ, സാറന്മാർ രണ്ടും കൂടെ ഈ സിറ്റി അടിച്ചു വാരി ക്ലീൻ ചെയ്യും. എന്താടാ, സിറ്റ് വൃത്തിയാക്കാൻ എന്റെ മക്കൾ കോർപ്പറേഷൻ പണിക്കാരാണ്. ഓ, ഇതാ ഞാൻ പറഞ്ഞത് അധികമായി പോയെന്ന് പറയരുതെന്ന്. ഞാൻ ഉദ്ദേശിച്ച ഡ്യൂട്ടിയുടെ കാര്യമാ. ബാലകൃഷ്ണ സാറ് ചെക്ക് പോസ്റ്റിലെങ്കിലും ഉണ്ണി സാറ് MG റോഡിൽ. കണ്ടില്ലേ, അനീതിക്കെതിരെ പടവാളോങ്ങി നിൽക്കുവാ. എന്ത് പോണില്ലേ? ഒരു സോഡ എടുക്കട്ടാ. സൂക്ഷിച്ച് ക്രോസ് ചെയ്തേ. കാലക്കി ഇൻസ്പെക്ടർ സാറേ. ഏത് ഇൻസ്പെക്ടർ? ഓ, ഇൻസ്പെക്ടർ. ആ, ഞാൻ അനീതിക്കെതിരെ പോരാടും. അവനെ വിളിക്കണ്ട, നീ വണ്ടി എടുക്ക. അതെ, ഇന്നെങ്കിലും നമുക്ക് അച്ഛനെ ഒന്ന് കാണാൻ പോകണം. സുഖമില്ലാന്ന് പറഞ്ഞ് ഫോൺ വന്നിട്ട് ആഴ്ച 1 ആയി. ഇപ്പൊ അസുഖമൊക്കെ പോയി കാണൂടി പെണ്ണേ. എടീ, ഒരു മന്ത്രിയുടെ തിരക്ക് എന്താണെന്ന് പഴയ MLA എന്റെ അമ്മായച്ചിന് ശരിക്കും അറിയാം. എന്നാലും ഒരെന്നാലും ഇല്ല, നീ മോളും കൂടെ അങ്ങോട്ട് പോയാ മതി. ആ, ദേ വേണമെങ്കിൽ ഇവൻ കൂടെ കുട്ടിക്കും. അയ്യോ, ഞാനൊന്നും ഇല്ലേ.
അപ്പൂപ്പന്റെ ലാത്തിടിയേക്കാൻ എന്നെ കൊണ്ട് വയ്യ. അയ്യടാ എന്തൊരു നല്ല പേരക്കുട്ടി. ആ അതൊക്കെ പോട്ടെ. എന്താ മോനെ നീ അവന്റെ പേര് പറഞ്ഞേ? ആരുടെ അച്ഛ? ആ എടാ നിന്നെ മോളെയും രാവിലെ കാറ് തടഞ്ഞു നിർത്തി കൊമ്പത്ത് കയറ്റി നിർത്താൻ പറഞ്ഞില്ലേ? ഇതാ അവന്റെ പേര്. ഹമീദ് എന്ന ട്രാഫിക് എസ് ഐ. ഞാൻ കസ്ബ സ്റ്റേഷനിൽ വിളിച്ചിരുന്നു. താൻ എന്തൊക്കെയാണ് പറയണത്? എടോ ഹമീദേ, പെൻഷൻ ആവാൻ തനിക്ക് ഒരാഴ്ചയേ ഉള്ളൂ. അതിനിടയിൽ താൻ എന്തിനാണോ ഈ സസ്പെൻഷൻ ഇരന്നു വാങ്ങിയത്? ആര്, ഞാനോ? ആ താൻ നേരെ മന്ത്രിയെ ചെന്ന് കണ്ട് ചെയ്ത തെറ്റിന് മാപ്പ് പറ. എന്ത് തെറ്റ്? ഏത് മന്ത്രി? താൻ എന്തൊക്കെയാണ് പറഞ്ഞു? അയ്യോ സോറി, സാർ എന്തൊക്കെയാണ് ഈ പറയണത്? ഇത് കൈപ്പറ്റുന്നതിന് മുമ്പ് താൻ മന്ത്രിയുടെ മകളെ നേരിൽ ചെന്ന് കണ്ട് കാര്യം പറ. എന്ത് കാര്യം? താൻ ചെയ്ത കാര്യം. അതെന്താണെന്നാ ഞാൻ ആലോചിക്കണേ.